ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഡയബറ്റിക് അൾസർ, അതായത് നോൺ ഹീലിംഗ് അൾസർ, കാലെ കരിയാത്ത മുറിവ്, പ്രമേഹ രോഗികളിൽ 7ാമത്തെ ടോക്കാണ്. ഇതിനകത്ത് ഞാൻ പ്രധാന ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് കാലിൻ്റെ സെൻസറി ടെസ്റ്റിംഗ്, അതായത് അത് പ്രോപ്പറായി ചെയ്യുന്നത് നമ്മൾ ഹോസ്പിറ്റലുകളാണ്, ഡോക്ടറാണ് ചെയ്യുന്നത്, ട്രീറ്റിംഗ് ഫിസിഷ്യനാണ് ചെയ്യുന്നത്. അത് സാധാരണ ഹോസ്പിറ്റലെല്ലാം ബയോതെസിയോമെട്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ട്, ഒരു മെഷീൻ ഉപയോഗിച്ച്. അല്ലാതെ തന്നെ നമുക്ക് ഷുഗർ കൺട്രോളിന് വേണ്ടിയൊക്കെ ഒ പി ഡിയിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിഷ്യലായിട്ട് നമ്മൾ കാലയിൽ ന്യൂറോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി നമ്മൾ കാലയിൽ വന്നിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ 10 ഗ്രാം മോണോഫിലമെൻ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ വളരെ അതുകൊണ്ട് തൂക്കം കുറഞ്ഞത് 10 ഗ്രാം ഉള്ളൊരു മോണോഫിലമെൻ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുത്തി നോക്കും. അതും ചെറിയൊരു പ്രഷർ കൊടുത്ത് മടങ്ങുന്ന വരുന്ന പല ഏരിയയിൽ. അപ്പോൾ രോഗിയോട് നമ്മൾ കണ്ണടച്ചിരിക്കാൻ പറയും. നമ്മൾ കാലിൻ്റെ പല ഭാഗത്തൊക്കെ തൊട്ട് നോക്കുമ്പോൾ സെൻസേഷൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ, അതായത് സെൻസറി ന്യൂറോപ്പതി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ 10 ഗ്രാം മോണോഫിലമെൻ്റ് ടെസ്റ്റിംഗ് ആണ് ഇനിഷ്യലി നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ഫൈൻ ടച്ച് അറിയാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ക്രൂ ടച്ച്, അതൊരു കോട്ടം വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ രോഗിയെ നമ്മൾ പ്രോപ്പറായിട്ട് കിടത്തുന്നു, കണ്ണടച്ച് റിലാക്സ് ചെയ്ത് കിടക്കാൻ പറയുന്നു. അതിനൊരു കോട്ടൺ ബോൾ ഉപയോഗിച്ച് നമ്മൾ ടോസിൻ്റെ ടിപ്പിൽ നമ്മൾ തൊടുന്നു, കാലിൻ്റെ അടിഭാഗത്ത്, അതായത് സോളിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഓരോ വിരലിൻ്റെ സോളിൻ്റെ ടിപ്പിൽ നമ്മൾ തൊടുമ്പോൾ സെൻസേഷൻ കിട്ടുന്നുണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ക്രൂ ടച്ച് എന്ന് പറയുമ്പോൾ. ഫൈൻ ടച്ച് നമ്മൾ പറഞ്ഞു 10 ഗ്രാം മോണോഫിലമെൻ്റ് ഉപയോഗിച്ചാണ്. അപ്പം ക്രൂ ടച്ച് കോട്ടൺ ബോൾ ഉപയോഗിച്ചാണ്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വൈബ്രേഷനാണ്. അത് 128-24 ഉപയോഗിച്ച് 128 ഹെർട്സ് 24 ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് വൈബ്രേഷൻ. അത് നമ്മൾ ബോണി പ്രോമിനൻസ്, അതായത് കാലുണ്ട്, കാലിൻ്റെ ഓരോ ബോണി പ്രോമിനൻസ് നമ്മൾ 24ൻ്റെ ഹെഡ് വെച്ച് നോക്കും, നമ്മൾ തട്ടിയിട്ട്. അപ്പം വൈബ്രേഷൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്കറിയാം വൈബ്രേഷൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം പോകുന്നത് വൈബ്രേഷൻ, പിന്നീട് ആദ്യം നമുക്ക് ഫൈൻ ടച്ച് പോകുന്നു. അതായത് നമുക്ക് 10 ഗ്രാം മോണോഫിലമെൻ്റ് വെച്ച് ഇനിഷ്യൽ ടച്ച് നമുക്ക് കിട്ടുന്നില്ല, അപ്പം ന്യൂറോപ്പതി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രൂ ടച്ച് നോക്കുന്നു, പിന്നെ നമ്മൾ വൈബ്രേഷൻ നോക്കുന്നു. വൈബ്രേഷൻ നോക്കുന്നതാണ് 128 ഹെർട്സ് 24 വെച്ച് ബോണി പ്രോമിനൻസ് വെച്ച് നോക്കും. വൈബ്രേഷൻ 2 കാലിൻ്റെയും മാറി മാറി നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു കാലിൻ്റെ ആയിരിക്കും, പിന്നെയുള്ളത് നമുക്ക് രണ്ടാമത്തെ കാലിൻ്റെ ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ടെമ്പറേച്ചർ ടെസ്റ്റിംഗ് ആണ്. അത് നമ്മൾ ഹോട്ടും കോൾഡും ടെസ്റ്റ് ചെയ്യും. അതിന് പ്രത്യേകം മെഷീനുണ്ട് ബയോതെസിയോമെട്രിയിൽ, ഹോട്ടും കോൾഡും. നോർമലി പണ്ട് നമ്മൾ ചെയ്യുന്ന ചൂടുവെള്ളമോ ഐസോളം എടുത്ത് നോക്കുമായിരുന്നു. അപ്പം നമ്മളത് ചിലപ്പോൾ പൊള്ളലുണ്ടാകും. കാരണം സെൻസറി ലോസ് ഉള്ളവരെ സംബന്ധിച്ച് ചൂടുള്ള സാധനമൊക്കെ പൊള്ളലിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സാധാരണ പെരിഫറീസ്, നമ്മൾ റിമോട്ട് സ്ഥലങ്ങളൊക്കെ നമുക്ക് ആ മെഷീൻ ഇല്ലാത്തപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ബയോതെസിയോമെട്രി അതിന് പ്രത്യേകം മെഷീൻസ് ഉണ്ട്. നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ കയ്യോ നമ്മൾ എന്തെങ്കിലും ചൂടാക്കാൻ പറ്റുന്ന ഒരു സാധനം കുറച്ച് നമ്മൾ അത് ഒന്ന് ചൂടാക്കിയിട്ട് വെച്ച് നോക്കുകയുള്ളൂ. അപ്പം തണുത്ത സാധനം നോക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എന്നാലും ഒത്തിരി തണുത്ത് നമ്മൾ വയ്ക്കാറില്ല. അപ്പം ടെമ്പറേച്ചർ ടെസ്റ്റിംഗ് ഉണ്ട്, ഹോട്ട് ആൻഡ് കോൾഡ്. വൈബ്രേഷൻ നമ്മൾ നോക്കാറുണ്ട്, ഫൈൻ ടച്ച്, ക്രൂ ടച്ച് നോക്കാറുണ്ട്. അപ്പോൾ ഇത്രയും നാളെ സെൻസറി ലെവലുള്ള ടെസ്റ്റിംഗ്. പിന്നെ മോട്ടോർ ലെവലുള്ള ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ടെൻഡർ റിഫ്ലക്സ് ഒക്കെ നോക്കും, മസിൽ പവർ നോക്കും. പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്നത് നീ റിഫ്ലക്സ് നോക്കും, അതുകൂടെ ആംഗിൾ റിഫ്ലക്സ് നോക്കും. അപ്പം ഇത് രണ്ടും നമ്മൾ നോക്കും. നമുക്കറിയാം, അപ്പം ആദ്യം നമ്മൾ നഷ്ടപ്പെടുന്നത് ആംഗിൾ റിഫ്ലക്സ് ആണ്. അതുകൂടാതെ നീ റിഫ്ലക്സ് നഷ്ടപ്പെടുന്നത് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും. അപ്പം പെരിഫറിയിലുള്ള സാധനം, പെരിഫറൽ ന്യൂറോപ്പതി, അതിൻ്റെ ഡിസ്റ്റൽ ഏരിയാസ്, ടോസ് തൊണ്ടായിരിക്കും വരും നമുക്ക് ന്യൂറോപ്പതി. അപ്പം നമുക്ക് ആദ്യം തന്നെ കാലുമരപ്പുണ്ടോ, നമ്മളൊരു നംനെസ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ നമുക്ക് പെരിപ്പുണ്ടോ നോക്കുമ്പം ടോസിലാണെങ്കിൽ ആദ്യം വരുന്നത്. പിന്നെ നമ്മൾ ടോസ് വന്ന് ഏകദേശം മുട്ടിന് താഴെ ആംഗിളെ കവർ ചെയ്ത് വന്നു കഴിയുമ്പോഴാണ് കയ്യിലോട്ട് വരിക, ഫിംഗർ ടിപ്സ് വരാം. ഫിംഗർ ടിപ്സ് വന്നു കഴിഞ്ഞാൽ എൽബോയ്ക്ക് താഴെ വരെ വരുള്ളൂ ഡയബറ്റിക് ന്യൂറോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി. അപ്പം ഡിസ്റ്റൽ നെർവ്സിനാണ് അഫക്റ്റ് ചെയ്യുന്നത്. അത് അപ്പം ആ നെർവിന് വരുന്ന അബ്നോർമൽ സെൻസേഷൻ നമുക്ക് പലപ്പോഴും ടെസ്റ്റിങ്ങിലൂടെ മാത്രം മനസ്സിലാവും. അപ്പോൾ രോഗിക്ക് അറിയണമെന്ന്, കാരണം രോഗി നമ്മൾ റൂട്ടീൻ വർക്ക് ചെയ്യുന്നുണ്ട്, ചപ്പലുകൾ ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു ലോങ് ടൈം ഡയബറ്റീസ്, അതായത് നമ്മൾ ന്യൂറോപ്പതി പറഞ്ഞു കഴിഞ്ഞാൽ 8 to 10 years ആവും. അതായത് നമ്മൾ മോണോഫിലമെൻ്റ് ടെസ്റ്റ് ചെയ്യുമ്പം ഇനിഷ്യൽ ന്യൂറോപ്പതി നമുക്ക് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ 10 ഗ്രാം അല്ല 10 years വരെ ഡയബറ്റീസ് ആണ്. നമ്മൾ അൺകൺട്രോൾഡായിട്ട് ഉഴപ്പ് നടക്കുന്നവർക്ക് നേരത്തെ വരാം. അത് ഓരോ കേസിലും ഡിഫറൻ്റ് ആണ്. ചിലർക്ക് ന്യൂറോപ്പതി ആദ്യം വരും, ചിലർക്ക് വരണമെന്നില്ല, ചിലർക്ക് ആൽബുമിനൂറി ആയിരിക്കും വരുന്നത്, അപ്പം ഡയബറ്റിക് നെഫ്രോപ്പതി ആയിരിക്കും, ചിലർക്ക് കണ്ണിൻ്റെ കാഴ്ചയായിരിക്കും പ്രശ്നം, റെറ്റിനോപ്പതി ആയിരിക്കും. അപ്പം ഈച്ച് കേസും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ന്യൂറോപ്പതി കേസുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന ബയോതെസിയോമെട്രി മെഷീൻ വെച്ചിട്ടാണ്. വൈബ്രേഷൻ നോക്കും. നമ്മൾ ക്ലിനിക്ക് വൈസ് നമ്മൾ ഒ പി ഡിയിൽ നമ്മൾ നോക്കാൻ പറ്റുന്ന 2 ഗ്രാം മോണോഫിലം വെച്ച്
ഫൈൻ ടച്ച് ഉണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലേ പോലെ നമുക്ക് വേറെ കൈ വെച്ച് നമ്മുടെ ക്ലിനിഷ്യൻ്റെ കൈ വെച്ച് നമ്മൾ ഓൾട്ടർനേറ്റ് ടോസ് നോക്കാം. ആദ്യം നമ്മൾ ബിഗ് ടോ നോക്കി, മിഡിൽ ടോ നോക്കി, ലിറ്റിൽ ടോ നോക്കി, അതിൻ്റെ ടിപ്പിൽ ചുമ്മാ കണ്ണടച്ച് പേഷ്യനോട് കിടക്കാൻ പറഞ്ഞ് തൊട്ട് നോക്കി നമുക്ക് സെൻസറി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെൻസറി ലോസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ പൾസ് ഡിസ്റ്റർബ് പൾസസ് നോക്കുന്നു, വാസ്കുലാരിറ്റി നോക്കുന്നു. അപ്പോൾ പേഷ്യനോട് നമ്മൾ പ്രോപ്പർ ചപ്പൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പലപ്പോഴും കാലിൻ്റെ നംനെസ് പറയുന്നു, മരപ്പ് പറയുന്നു, പ്രോച്ചിന് പറയുന്നു. നമ്മൾ ന്യൂറോപ്പതി എക്സാമിനേഷൻ, പെരിഫറൽ ന്യൂറോപ്പതി എക്സാമിനേഷൻ ചെയ്യാതെ അതിൻ്റെ ഡിജിറ്റൽ പൾസസ് നമ്മൾ നോക്കാതെ നമ്മൾ ഷുഗറിൻ്റെ മരുന്ന് മാത്രം കൊടുത്തിട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആകുന്നില്ല. അത് നമ്മൾ രോഗി തന്നെ മനസ്സിലാക്കണം. അപ്പോൾ സെൻസറി ലോസ് ഉണ്ട്, ഡോക്ടറോട് പറയുന്നുണ്ട് എൻ്റെ കാലിന് പ്രശ്നമുണ്ട്. അപ്പം നമ്മളത് മോട്ടോറാണോ, അത് നടക്കാനുള്ള വീക്ക്നെസ് ആണോ, കാല് മടങ്ങിപ്പോവുകയാണോ, അതോ ചപ്പൽ ഊരിപ്പോവുകയാണോ, അത് ഗ്രിപ്പ് കിട്ടാത്തതാണോ. ഗ്രിപ്പ് കിട്ടാൻ നമുക്കറിയാം ഒരു ചപ്പൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത മോട്ടോർ വീക്ക്നെസ് ആണ്. അപ്പം നമുക്ക് ബിഗ് ടോയും അല്ലെങ്കിൽ സെക്കൻഡ് ടോയും തമ്മിൽ നമുക്ക് ഒരു ചപ്പൽ നമ്മൾ ഇങ്ങനെ ഗ്രിപ്പ് ചെയ്ത് പിടിച്ചാൽ ചപ്പൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത മോട്ടോർ വീക്ക്നെസ് ആണ്, മസിൽ വീക്ക്നെസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ ചപ്പൽ ഊരിപ്പോകും, പോകുന്ന വഴിക്ക് ചപ്പൽ ഊരിപ്പോയി നമ്മൾ അറിയുക പോലുമില്ല. അപ്പോൾ സെൻസറിയാണ് ചിലർക്ക് ഡിസ്റ്റൻസേഷൻ, നോർമൽ ടച്ച് തന്നെ പെയിനായിട്ട് സെൻസ് ചെയ്യും. അപ്പോൾ ചിലർക്ക് ബേണിങ് സെൻസേഷൻ ആയിരിക്കും. അപ്പം ബേണിങ് സെൻസേഷൻ ഉള്ളവരുണ്ട്, അബ്നോർമൽ സെൻസേഷൻ, നോർമൽ സെൻസേഷൻ അബ്നോർമലായിട്ട് തോന്നുന്നവരുണ്ട്, ചിലർക്ക് നംനെസ് ആയിരിക്കും, ഒരു സെൻസേഷൻ ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പല ലെവലാണ്. അപ്പോൾ ഇത് അസസ് ചെയ്യാനാണ് ബയോതെസിയോമെട്രി നമ്മൾ ഈ സെൻസറി ടെസ്റ്റിംഗ് നമ്മൾ നടത്തണം. ഇത് ചെയ്താലേ നമുക്ക് പേഷ്യൻ്റ് പ്രോപ്പറായിട്ട് ഇത് ബ്ലഡ് ഫ്ലോയുടെ പ്രശ്നമില്ല, ഇത് സെൻസറി ലോസ് ആണ്, ചപ്പൽ പ്രോപ്പർ ഉപയോഗിക്കണം, ഷുഗർ നല്ല കൺട്രോൾ ചെയ്യണം. അതുകൂടാതെ അതിന് പറ്റിയ ഗുളികൾ നമുക്കറിയാം. ഭയങ്കര സിവിയർ പെയിൻ, ബേണിംഗ് പെയിൻ, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര പോസിറ്റീവ്, അതിന് ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രഗാബാലിൻ അല്ലെങ്കിൽ ഗാബാന്യൂറോൺ ഈ സെഗ്മെൻറ്റൊക്കെ അല്ലെങ്കിൽ അമിട്രിപ്ലിൻ ഇങ്ങനെയുള്ള സെഗ്മെൻറ്റുള്ള മരുന്നുകളുണ്ട്, ന്യൂറോപ്പതിക് മെഡിസിൻസ്. സാധാരണ നമുക്കറിയാം മെറ്റ്ഫോമിൻ കഴിക്കാൻ പലപ്പോൾ ന്യൂറോപ്പൻ കഴിക്കും. നമുക്ക് മെറ്റ്ഫോമിൻ്റെ ഒരു പെരിഫറൽ ന്യൂറോപ്പതി ഒഴിവാക്കാൻ വേണ്ടി അത് പണ്ടോട്ടേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ബി കോംപ്ലക്സ് അല്ലാതെ തന്നെ മൾട്ടിവൈറ്റവും കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ടെസ്റ്റിംഗ് ചെയ്തിട്ട് അത് അസസ് ചെയ്തിട്ട് ഏത് ലെവലുള്ള ന്യൂറോപ്പതി അനുസരിച്ച് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഈ അൾസർ വരുന്നത് തടയാനും പ്രോപ്പറായിട്ട് ചപ്പൽ അഡ്വൈസ് ചെയ്യാനും നമുക്ക് പേഷ്യൻറ്റിന് ലോങ് ടൈം ആയിട്ട് മുറിവ് വന്ന് കാല് ആംപുട്ടേഷൻ അല്ലെങ്കിൽ കാല് മുറിക്കുന്ന ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. താങ്ക് യു.